നല്ല എക്സ്പ്രഷൻ വരണം കേട്ടോ. ചെറിയ അബദ്ധം പറ്റി. നിന്നെ ഇവിടെ വെച്ച് തന്നെ അബദ്ധമായിരിക്കും. അതല്ല സാറേ, ഈ ഡോക്ടറായിട്ട് കോകിലെ അടുത്താണ് പറഞ്ഞിരുന്നത്. ഇപ്പം രാവിലെ കോകിലെ ചെറിയ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു. നമുക്ക് വേറൊരു പാല് കാച്ചിന് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് സേഫ്റ്റി സൈഡിന് വേണ്ടി ഞാൻ ഗോമതിയുടെ അടുത്ത് പറഞ്ഞു. ഗോമതി റെഡിയായി. ഇപ്പൊ ഗോമതിയും വന്നു, കോകിലയും വന്നു. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അല്ല ഇപ്പൊ സാറേ, 2 ഡോക്ടർമാരായിക്കൂടെ സാർ? എടോ തന്നെ അടുത്ത് ഒരാളെ വിളിക്കാനല്ലേ പറഞ്ഞു, എന്തിനാണോ 2 കഥാപാത്രം? അല്ല, ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ യൂണിയൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്, അറിയാമല്ലോ. ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഉണ്ട്. ആ യൂണിയനൊക്കെ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി പോകും സാർ. സാർ 2 ഡോക്ടർ ആക്കണം സാർ. അതെ, ഈ 30 പേരാണ് ആകപ്പാടുന്ന ഈ സിനിമയിൽ മൊത്തമുള്ള ആർട്ടിസ്റ്റുകൾ. നീ എല്ലാത്തിനും ഈ 2 പേരെ വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ മൊത്തം 60 പേരാകുമല്ലോ. കല്യാണപ്പെണ്ണിനെ കൊണ്ടുപോകാൻ പറഞ്ഞു, ഇയാൾ 2 കല്യാണപ്പെണ്ണിനെ കൊണ്ടുവരുമല്ലോ. അല്ല സാർ, ഗുരുതരമായ രോഗമൊക്കെ അല്ലേ, 2 ഡോക്ടർമാർ പറയട്ടെ സാർ. നന്നായിരിക്കും, നല്ല ആർട്ടിസ്റ്റ് സാർ. ഗോമതി ഉണ്ടല്ലോ സാർ, കുടിക്കും. 2 പേർക്കും പേയ്മെന്റ് കൊടുക്കണ്ടേ? ഒരാൾക്ക് കൊടുക്കാനുള്ള പേയ്മെന്റ് ഇവിടെ ഉള്ളു. കാര്യം സാർ, എൻ്റെ നിന്ന് പിടിച്ചോണം. ഗോമതിയുടെ എൻ്റെ പിടിച്ചോണം, എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോണം. ഇങ്ങനെ പറഞ്ഞപ്പോ പിടിക്കാനൊന്നും ഇല്ല ഇപ്പൊ. ഗോമതി സാർ, ഗോമതി പൊടിക്കും. ഗോമതി പൊടിക്കും. ആ, ഗോമതി എന്താ മില്ല പൊടിക്കാൻ? അവനെ നന്നായി പൊടിക്കും സാർ. വിളിക്കട്ടെ സാർ? വിളിച്ചോണ്ട് ഗോമതി ഭയങ്കര കോകില. ഇത് ഗോമതി. ഗോകുലം ഗോമതി. കോകില കലക്കും, ഗോമതി പൊടിക്കും. ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി, അവർ 2 പ്രാവശ്യം പറഞ്ഞു. 2 പ്രാവശ്യം പറഞ്ഞോ, ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്നത് മാന്യമായ രീതിയിൽ തെറ്റാതെ കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി സാർ. അങ്ങനെ ചെയ്തിരിക്കും. ഇത് ഞാനാണ് പറയണത് സാർ. സീൻ അസോസിയേറ്റ് ഡയറക്ടറാണ്. അല്ല, അത് പറയേണ്ട കാര്യമില്ലാണല്ലോ, അത് വിളിച്ചു പറയേണ്ട കാര്യം. വർഷ ഡയലോഗ് ഫസ്റ്റിലെ പറയൂ ഡോക്ടർ, എന്താണ് അച്ഛന്റെ അസുഖം? പറയൂ ഡോക്ടർ, എന്റെ അച്ഛൻ എന്താ അസുഖം? മോളെ ചോദിക്കാണ് എന്താണ് അസുഖം. അതല്ലേ ഇവിടെ പറഞ്ഞത്. സാർ ഒന്ന് നിയന്ത്രിക്കണേ. അപ്പൊ ഡോക്ടർ, ഐ ആം ടെറിബിളി പെർപ്ലക്സ്ഡ്. ഇത് കോകലല്ലേ? കോകല ഡയലോഗ് പറയും. എന്നോടല്ല, അവിടെ കറക്റ്റാ. എന്തോ പൊടിക്കുന്നു, എങ്ങനെ കലക്കുന്നു, എങ്ങനെയാന്ന് പറഞ്ഞു. ഐ ആം ടെറിബിളി പെർപ്ലക്സ്ഡ്. പറഞ്ഞേ. I am terribly perplexed. എഴുതി പഠിക്കുന്നതല്ല, പെട്ടെന്ന് അങ്ങോട്ട് പറയണം. ചെറിയ ഉച്ചാരണത്തിന്റെ ആദ്യത്തെ അയാം ഓക്കെ അല്ലേ സാർ? അയാം ഓക്കെ ആയി, അയാം ഓക്കെ ആയി. അത് അയാം വരെ നമുക്ക് കട്ടെടുത്തിട്ട് ബാക്കി വേറെ എടുത്താൽ പറ്റും. അത് ഞങ്ങളെ തീരുമാനിക്കുന്നത്. സാറാണോ ഡയറക്ടർ? എനിക്കറിയാം. അത് ഞങ്ങൾ പറയും. അല്ല, കോകിലെ അടുത്ത് ഇത് കോകിലെ ഗോമതിയാ. ഇത് കോകില, ഇത് ഗോമതി. ഗോമതിയുടെ ഡയലോഗ് ഇത് കലക്കും. തിരിച്ചാണ് സാർ. അത് കലക്കി. ഏതായാലും കലങ്ങാതിരുന്നാ മതി. ശരി, ഐ ആം ടെറിബിളി പെർപ്ലക്സ്ഡ് പറഞ്ഞു. ആ ഡയലോഗ് ഒരുവിധം പറഞ്ഞല്ലോ. ഇനിയിപ്പോ ശരി. അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം കാരണം ധമനികളിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും മാറി മാറി വരുന്നു. അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. എന്താണ് സാർ? എന്തിനാ വിളിക്കുന്നത്? എന്തിനാ അത്? അതല്ല ഡിക്രു പറഞ്ഞത് കറക്റ്റ് ആണ്. പൊടിക്കൂന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ വറുത്തോണ്ടിരിക്കുകയാണ് അരി. ഇനിയിപ്പോ ഒരു പൊടിപ്പുണ്ട്. ബ്ലഡ് എന്ന് പറയടി. കറക്റ്റ്. പ്രളയം പറ. ഇത് രണ്ടും കൂടെ പറഞ്ഞാ മതി. നന്നായിട്ട് പറയാറുന്നില്ല. പിന്നെ ബ്ലഡ് പ്രളയം. ഒരുവിധം ഓക്കെ അല്ലേ സാർ? ആ ബ്ലഡ് പ്രളയം മാത്രം എടുത്തിട്ട് ബാക്കി വേറെ എടുത്താൽ മതി. അത് ഞങ്ങൾ തീരുമാനിക്കും. ബാക്കി ഡയലോഗ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും മാറി മാറി വരുന്നു. ഓക്കെ, അടുത്ത അത് പറഞ്ഞില്ല. എക്സ്പാൻഷനും കോൺട്രാക്ഷൻ അത് പറഞ്ഞില്ല. എക്സ്പാൻഷൻ. ധമനികളിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും മാറി മാറി വരുന്നു. അത് ഒരുവിധം ഓക്കെ. അത് വേറെ എടുത്താൽ മതി സാർ. ഈ പരം നിങ്ങളുടെ അച്ഛൻ മരിക്കുന്നതുണ്ട്. അത് സാർ ബാക്കിയുണ്ട്. പൾമണറി എഡിമ ഉള്ളത് കൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും. പറഞ്ഞോ. എന്താ സാർ? ഇതൊക്കെ ആരൊക്കെയാണ് ഡയലോഗ് പറയേണ്ടത്? ആരാണ് ഡയലോഗ്? അപ്പൊ ഇവർക്ക് ഡയലോഗ് കൊടുക്ക്. ഇവര് മാത്രം പറഞ്ഞാൽ പോരല്ലോ, കുറച്ച് ഡയലോഗ് അവർക്ക് കൊടുക്ക്. ഗോമതി ഇല്ലേ പൊടിക്കുന്നേ? ഗോമതി ബാക്കി ഡയലോഗ്. ശരി സാർ, ഇത് ആദ്യം പോലെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇവിടെ മതി. പൾമിനറി എഡിമ ഉള്ളത് കൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും. പറഞ്ഞു. ഒച്ചത്തിൽ പറഞ്ഞു. അവിടെ നോക്കുന്ന എന്തിനാ? നോക്കരുത്, ഇവിടെ നോക്കി പറ. ഇവിടെ പൾമണറി ഓക്കെ അല്ലേ സാർ? പൾമണറി ഓക്കെ അല്ലേ?
അത് മാത്രം എടുത്താ പോരെ. പൾമനറി എളിമയുണ്ടതുകൊണ്ട്. എളിമയല്ല എടിമ. കുറച്ച് കറക്റ്റ് ആയിട്ട് വോയിസ് കയറ്റി പറയണം. ചേച്ചി എന്തെങ്കിലും പറയണ്ടേ, ഒച്ചത്തി പറ. ഇതാണ് നാടക ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ നാടക ആർട്ടിസ്റ്റുകളൊക്കെ ആകുമ്പോൾ അവർക്ക് ഡയലോഗ് ഡെലിവറി ഒക്കെ കറക്റ്റ് പഞ്ചായിരിക്കും. ഇതൊന്നുമില്ല. ലൗഡോട് പറ, വിളിച്ചു സാറൊന്ന് പറഞ്ഞു. പൾമിനറി എരുമ ഉണ്ടായിരുന്നു. എരുമയാ പറഞ്ഞു. പൾമനറി എടിമയുള്ളത് കൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും. ഇത് എന്റെ കൂടെ പറഞ്ഞു. അല്ല കേട്ട് പറയാ ഗോമതി, അടുത്ത ഡയലോഗ്. അത് ഒരുവിധം ഓക്കെ. എങ്ങനെ പറഞ്ഞു, നന്നായിട്ടുണ്ട്. ഇങ്ങനെ കൂടെ പറഞ്ഞാൽ പറയാൻ വിടുന്നില്ല സാറേ. ഡയലോഗ് പറ. ഇത് ഡയലോഗ് റെഡി ആവാതെ ഒറ്റ ഞാൻ ഇവിടെ വിടത്തില്ല. അതെ, നിങ്ങളെ വിടത്തില്ല കേട്ടാ. സമയം മെനക്കെടുത്താനായിട്ട് പറയും. ഇതാ ഞാൻ കട്ടിയുള്ളതെന്ന് എഴുതി വെക്കാത്ത വിശ്വാസമില്ല. എന്റെ ഡയലോഗ് ഇവിടെ എഴുതുമ്പോഴത്തേക്ക് പറയാൻ ഇവിടെ ആളില്ല. ഇതിപ്പോ പൊടിപ്പോ അസോസിയേറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അവരെങ്ങനെ പറയും? നീ ഡയലോഗ് അവർ അന്തസ്സായിട്ട് പറയും. ഇത് കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി, കൂടെ പറയല്ലേ. പൾമനറി എടിമയുള്ളത് കൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും. ഗോമതി കലക്ക്. ബ്ലഡ് മാറ്റി വെക്കേണ്ടി എന്ന് പറഞ്ഞാൽ പോരെ സാർ? ബ്ലഡ് മാറ്റി വെക്കേണ്ടി എന്ന് പറഞ്ഞാൽ പോരെ? എന്നാ ചോരയെന്ന് പറയാം, ബ്ലഡ് എന്ന് പറയണ്ടായിരുന്നു. അല്ല, ഒരു കാര്യം ചെയ്യും. കാരണം ട്രാൻസ്ലേഷൻ മാറ്റി വെക്കേണ്ടി വരും. ശരിയായി സാറേ. സാറേ ലിപ്പ് വെച്ച് എന്തെങ്കിലും പിടിക്കാൻ പറ്റുമോ? ലിപ്പ് വെച്ചെങ്കിലും എന്തെങ്കിലും. ബാംഗ്ലൂരിലെ ബ്ലഡ് ബാങ്കിൽ ബി നെഗറ്റീവ് ബ്ലഡിന്റെ സ്റ്റോക്ക് ഉണ്ട്. ബാംഗ്ലൂരിൽ ബ്ലഡ് നെഗറ്റീവ്. ബാംഗ്ലൂർ ബാങ്കിൽ താമസിക്കുന്ന രാഘവന്റെ കടയിൽ ചെന്ന് പോയി. ബാംഗ്ലൂരില് ബ്ലഡ് ബാങ്കിന്റെ ഏകദേശം ശരിയായില്ലേ സാറേ? ഏകദേശം ശരിയായി ഇല്ലേ? ഒരു ഡോക്ടർ, MBBS പഠിച്ച ഒരു ഡോക്ടർ, ഈ സീന്റെ ഇതെന്താണ് പ്രാധാന്യം നിങ്ങൾക്ക് അറിയാം? അല്ല ഗോമതി, ബാംഗ്ലൂര് രക്തമുണ്ട്, അവിടെ നിന്ന് എടുക്കാന്ന് പറ. ഒന്ന് പറഞ്ഞു നോക്ക്. ബാംഗ്ലൂരിൽ ബ്ലഡ് ഉണ്ട്, അവിടെ ബാംഗ്ലൂര് നല്ല രക്തമുണ്ട്, അവിടെ നിന്ന് എടുക്കാം പോരെ സാറേ? ഇവിടെ കൊടുത്തേ എഴുതും. ശരിക്കും പറഞ്ഞിരുന്ന ഇത് പറയാം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അച്ഛന് വലിയൊരു അസുഖമാണ്. ആ അസുഖത്തിന് ഇതേപോലെ രക്തം കൊടുക്കേണ്ടി വരും. ബാംഗ്ലൂരിലെ രക്തബാങ്കിലും രക്തമുണ്ട്, അത് നമ്മൾ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇത് പറഞ്ഞാൽ പറയാം. ഇനി ഇതൊക്കെ ആവശ്യം എന്താണ് സാർ? ഇവരായിട്ട് കുഴപ്പിക്കാനാണെങ്കിൽ അത് ഉദ്ദേശിച്ച സാറ് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും. ഈ കോട്ടൂര് നിങ്ങൾ രണ്ടൊരു കോട്ടം കൂരി. പണയണ്ട, ഇനി പണയണ്ട, കോട്ടം കൂരിയാ മതി. കോട്ടൂര് മര്യാദക്ക് കോട്ടൂര്. സമയമില്ല. നിങ്ങളെ കോനാമ്പിച്ച് കളിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഊരി അവന്റെ കൊടുക്കും. പക്ഷെ വിഷമമുണ്ട് കേട്ടോ, കൂട്ടൂരാൻ പറഞ്ഞപ്പോ അഭിനയിച്ചോളാം തകർക്കാൻ. പൊടിക്കാൻ പറ്റാത്ത ചെറിയൊരു വിഷമം. സമയമില്ല, ഊരി അങ്ങോട്ട് കൊടുക്കും. എനിക്ക് ബാംഗ്ലൂരിൽ ആവശ്യത്തിന് രക്തമുണ്ട്. അവിടെ നമുക്ക് രക്തം എടുക്കാം. ഇതെന്തിനാ സാർ? ബാംഗ്ലൂരിലെ രക്തം അവർക്ക് കുഞ്ഞുങ്ങളെ എടുക്കാം സാർ. ഞാൻ എടുക്കാം. ഇവര് നേഴ്സായിട്ട് നിൽക്കട്ടില്ലേ സാർ? ഇനി ഞാൻ ആക്ഷൻ പറയുമ്പോഴത്തേക്ക് നീ നേരെ നിൽക്കല്ലേ, ഇങ്ങനെ തിരിയണം. സാർ തിരിയണം. അതായത് നമ്മൾ ആക്ഷൻ പറയുമ്പോൾ തിരിയണം. ഇങ്ങനെ തിരിഞ്ഞിട്ട് സാർ ഇവരുടെ തന്നെ ഡയലോഗ് പറയണ്ട. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു ഡയലോഗ്. നീ അങ്ങനെ തിരിഞ്ഞു നിൽക്ക്. ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പം നീ ഏരിയ ഓടി തള്ളിക്കണം. നീ കണ്ടോണം ഇവിടെ പൊടിക്കോ കലക്കോ എന്തോ നിന്നെ കൊരങ്ങനെ വിട്ട് കടിപ്പിക്കും. നിങ്ങൾ അച്ഛൻ മരിച്ച്. ഇനി ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി എന്റെ സ്ക്രിപ്റ്റില് ഏതെങ്കിലും നായകനോ നായികയുടെ അച്ഛനോ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇമാതിരിയുള്ള അസുഖമൊന്നും ഇല്ല, വല്ല ജലദോഷമോ പനിയോ അത്യാവശ്യം കൂടിപ്പോയ ഒരു മൂക്കടപ്പ്, അത് മതി.